Hi friends, welcome to Pradapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ MI Note 10 Pro ആ ഫോണുകളുടെ ലൈറ്റ് വെർഷനായ MI Note 10 ലൈറ്റിനെ കുറിച്ചാണ്. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ്. കർവ്ഡ് അമോലെഡ് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലിഷ് ആയ ലുക്കിൽ തന്നെയാണ് ഈ ലൈറ്റ് വെർഷനും അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും MI Note 10 ലൈറ്റിന്റെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, ഈ MI Note സീരീസ് കർവ്ഡ് ഡിസ്പ്ലേ ആണോ? ആണ്. ലൈറ്റ് ഫോണും കർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ്. റിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം. ക്യാമറയുടെ സ്റ്റൈലൊക്കെ ഇത്തിരി മാറ്റിയിട്ടുണ്ട്. നല്ല ഒരു ഇത്തിരി അട്രാക്റ്റീവായ നല്ല ഡിസൈനിൽ തന്നെയാണ് ലൈറ്റിലും വരുന്നത്. സോ ലുക്ക് വൈസ് ഈ ഒരു ഫോണും MI Note 10 ലൈറ്റ് ആയതുകൊണ്ട് ലുക്കിൽ കുറവൊന്നും വരുന്നില്ല, നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. 6.47 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. വേറെ ക്വാഡ് HD അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. അതിൻ്റെ ഒപ്പം Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സ്പ്ലാഷ് പ്രൂഫ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ 9.6 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. ഒപ്പം തന്നെ വെയിറ്റ് നോക്കിയാൽ 204 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ഓവറോൾ ഇതിൻ്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ ഇച്ചിരി കൂടുതലാണ്, കടന്നു നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല അട്രാക്റ്റീവായ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 730G ആണ്. എന്ന് വെച്ചാൽ ഇത് 5G ഫോണൊന്നുമല്ല, ഡുവൽ 4G വോൾട്ടേജ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ധാരാളം 5G ഫോണുകൾ ഷാമി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഈ ഒരു ഫോൺ 5G അല്ല, 4G ആണ്. 730G വെച്ചുകൊണ്ടാണ് വരുന്നത്. ഓൾറെഡി 720G വെച്ചുകൊണ്ട് Redmi Note 9 Proയും Maxും ഒക്കെ അവിടെയുണ്ട്. ഇതിൻ്റെ റാം സ്റ്റോറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 6GB റാമിൻ്റെയും 8GB റാമിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. 64GB 128GB സ്റ്റോറേജ് ഓപ്ഷനുകൾ, LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും ഒക്കെ തന്നെയാണുള്ളത്. ഇനി ക്യാമറയിലേക്ക് നോക്കിയാൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. 108 മെഗാപിക്സലൊന്നും വരുന്നില്ല, ലൈറ്റ് വെർഷനാണ്. അതുകൊണ്ട് 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറും അടങ്ങുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. സെൽഫി ക്യാമറയാണെങ്കിൽ 16 മെഗാപിക്സലാണ്. 4K ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോർമലി ഒരു ക്യാമറ സെറ്റപ്പ് നമ്മളിപ്പോൾ Redmi Note 9 Pro ഒക്കെ നോക്കിയാൽ ഒരു നോർമൽ ക്യാമറ സെറ്റപ്പ് എന്ന് പറയാവുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിലും കൊടുത്തിട്ടുള്ളത്. ബാറ്ററി നോക്കിയാൽ 5260 mAh ബാറ്ററി ഉണ്ട്. കൂടിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ ബാറ്ററി എല്ലാം അത്ര വലിയ ഒരു MI ആ ഫ്ലാഗ്ഷിപ്പ് നോട്ട് സീരീസിൻ്റെ ഒരു Note 10 Pro അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലൊന്നും ഇല്ല. പക്ഷേ ആ ലുക്ക് മാത്രമാണ് ആക്ച്വലി ഈ നോട്ട് സീരീസിൻ്റെ ഒരു പവർ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ Redmi Note 9 Proയോ അല്ലെങ്കിൽ 9 Pro Maxോ അതിൻ്റെയൊക്കെ ഒരു റേഞ്ചിൽ തന്നെ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് ഇപ്പോൾ യൂറോയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടിയ പ്രൈസിംഗ് ആണ്. 29,000 രൂപയോളം വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. എന്തായാലും ഈ ഒരു പ്രൈസിലാണെങ്കിലും ഈ MI Note 10 ലൈറ്റിൻ്റെ ഒരു നോട്ട് സീരീസിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ എന്ന രീതിയിൽ ഒരു ഫോൺ നമുക്ക് നല്ല ഫോണെന്ന് പറയാം. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് വരികയാണെങ്കിൽ ഏത് പ്രൈസിൽ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. എന്തായാലും വരാൻ സാധ്യതയൊന്നും തോന്നുന്നില്ല. കാരണം Redmi Note 9 Pro 9 ഒക്കെ ഇതേ തുല്യമായ ഏറെക്കുറെ ഈ ഒരു ഡിസൈൻ, ഡിസ്പ്ലേയുടെ ഈ ഒരു കർവ്ഡ് ഡിസൈനും അമോലെഡൊന്നും ഇല്ല എന്നുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഏറെക്കുറെ അതുപോലത്തെ ഒരു ഫോൺ തന്നെയാണ് Redmi Note 9 Proയും Maxും ഒക്കെ. അപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും വരികയാണെങ്കിൽ ഒരു പക്ഷേ നല്ല ഡിസൈനിലുള്ള ഒരു ഫോൺ, കുറച്ചുകൂടി ബെറ്ററായ ആ നോട്ട് സീരീസിൻ്റെ അല്ലാത്ത അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ വിലയിൽ അതുപോലത്തെ ലുക്കുള്ള ഒരു ഫോൺ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അന്നൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് MI Note 10 ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അത്ര വലിയ ഇമ്പ്രസീവായ ഒരു സെറ്റപ്പായിട്ടൊന്നും തോന്നില്ല. ഡിസൈൻ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയൊരു അട്രാക്റ്റീവായ ഒരു സംഭവമായിട്ട് തോന്നിയില്ല. കാരണം ഓൾറെഡി Redmi Note 9, 9 Pro, 9 Pro Max തുടങ്ങിയ ഫോണുകളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഫോൺ മോശമാണെന്നല്ല. അതിനേക്കാൾ അത്ര വലിയ ഇമ്പ്രസീവായ സെറ്റപ്പല്ല ബാക്കിയുള്ള കാര്യങ്ങൾ, ഡിസൈൻ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.